ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു 17 വയസ്സുള്ള ചെറിയ ഒരു ബാലകാര 17 വയസ്സുള്ള ബാലകാര ആരായിട്ട് മഹാനായ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ യുവത്വത്തിന് ഞങ്ങൾ ആവേശം കൊടുക്കണായത് റോൾ മോഡൽ ആക്കണായത് മഹാന്മാരായ സ്വഹാബിമാരെ ചരിത്രത്തിലൂടെ ആവണം. കാരണം എന്തേ ആ ചെറിയ ചെറിയ വയസ്സിൽ ഇന്ന് സ്വഹാബിമാരായിട്ട് ഇന്നാറ് അള്ളാന്റെ ദീനിക്ക് വേനായിട്ട് പോരാട്ടം നടത്തി മഹാന്മാരായ സ്വഹാബിമാരിക്കുമ്പോൾ ഞങ്ങളെ റായത്തെ ഞങ്ങളെ മക്കാവട്ട് അല്ലെങ്കിൽ ഞങ്ങളെ റായത്തുള്ള ബാലക്കാരന്മാർ ഇന്ന് ചിലപ്പോൾ ഈ പ്രസംഗം നടക്കുമ്പോൾ എത്രമാ ബാലക്കാരന്മാരെ കണ്ടോണ്ടില്ല. കാരണം ദുനിയാവി ആയിട്ടുള്ളതായ ഇസ്ലാമിന്റെ പ്രേരണ ആ ബാലക്കാരന്മാർക്ക് കിട്ടിയോണ്ടില്ല എന്നുള്ളതായിട്ട് ആ രൂപത്തിലായോണ്ടുണ്ട്. കാരണം ഇണ്ട് ഇങ്ങനെയുള്ളതായ ന്യൂ ജനറേഷനിലുള്ളതായ ബാലക്കാരന്മാർക്ക് അള്ളാന്റെ ദീനിയുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടുണ്ട് എന്നുള്ളതായിട്ട് ഇന്ന് കോളേജ് പഠിക്കുന്നതായ മക്കളില് ഞങ്ങൾ ഒന്ന് ഖബറുടെ വിഷയം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഖബറുടെ അദാബുടെ വിഷയം ചൊല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങ് ചിരിക്കുവാർ എന്തിന്റെ ഭാവ പുറാണ ചൊല്ലാൻ മാറ്റും. കാരണം എന്തേ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടു. തെറുതപ്പിക്കൊണ്ടുള്ള കുറെ ബാലക്കാരന്മാർ. കാരണം ഇന്റെ കോളേജ് ക്യാമ്പസിൽ നടക്കുന്നതായ ഓരോ നൂതനവാദികളെയും ആശയങ്ങളെയും അല്ലെങ്കിൽ എക്സ് മുസ്ലിംസികളായ നിരീശ്വരവാദത്തെ ആളുമാരെ ചില പ്രസംഗങ്ങൾ കൂടെ എന്താവും ഞങ്ങളെ ബാലക്കാരന്മാരെ മനസ്സ് തിരിഞ്ഞുകൊണ്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത കുറു ബാലക്കാര. അങ്ങനെ ഉള്ള നൂതനവാദികളായ ആളുമാരെ പ്രസംഗങ്ങളും അതേപോലെ നിരീശ്വരവാദികളായ ആളുമാരെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഈമാൻ ഊരിപ്പോണ്ട അവസ്ഥക്ക് ആറും മന്ത്രണ്ട. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഞാൻ പാടെ ചൊന്നതുപോലെ മഹാനായ ഉസാമ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്ത് അവസാനമായിട്ട് നബി തങ്ങ ഉണ്ടാക്കിയ ഒരു സൈന്യമായിട്ട് റോം അങ്ങോട്ടൊക്കെ യുദ്ധം നടക്കുകയായിട്ട് ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ നബി തങ്ങളെ വഫാത്തിന്റെ കാരണത്തിൽ എന്താക്കിയിട്ടില്ല യുദ്ധത്തിന് വേനായിട്ട് പോയിട്ടില്ല. പക്ഷെ പിന്നെ യുദ്ധത്തിന് പോയപ്പോ എന്തെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുയുടെ കാലഘട്ടത്തിലായിട്ട് ആ സൈന്യം എന്താക്കിയത് പിന്നെ യുദ്ധത്തിന് വേനായിട്ട് കടന്നുപോയത്. ആ സൈന്യം കടന്നു പോകണ്ടപ്പായിട്ട് ഞങ്ങളെ റായത്തെ ബാലക്കാരന്മാരും ബേസന്മാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണായ ഒരു വിഷയ മഹാന്മാരായ പണ്ഡിതന്മാർ എന്നൊക്കെ പഠിപ്പാട്ടി തണ്ടാർ. അതായത് ആ കാലഘട്ടത്തെ ലീഡറായിട്ട് നബി തങ്ങ ചോയ്സ് ആക്കിയത് 17 വയസ്സുള്ള ഒരു ബാലക്കാരനായിട്ട്. 17 വയസ്സ്. ആയിരക്കണക്കിൽ ഇന്ന് സ്വഹാബിമാരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ലീഡറാക്കിയത്, ഒരു സൈന്യത്തെ ലീഡറാക്കിയത് 17 വയസ്സുള്ള മഹാനായ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവായിട്ട്. ആ കൂട്ടത്തിലുണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. നല്ല ധീരന്മാരായ സ്വഹാബിമാരെ കൂട്ടത്തിൽ നബി തങ്ങൾ തിരഞ്ഞെടുത്തത് 17 വയസ്സുള്ള സെയ്ദ് ബിൻ ഉസാമ റളിയല്ലാഹു തആല ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവായിട്ട്. അതായത് യൂത്ത് ഒരു അവസരം കൊടുക്കണു എന്നും കൂടി എന്താക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താക്കട് പഠിപ്പാട്ട്. അള്ളാഹുവിന്റെ റസൂലുടെ സ്വഹാബിമാർക്ക് എന്തായിട്ടില്ല ആർക്കും അതിൽ അഹങ്കാരമാ അല്ലെങ്കിൽ അസത് ഒന്നും എന്തായിട്ടില്ല. എന്തേ ഞങ്ങൾ ഇത്രയ്ക്കും എന്തിക്ക് 17 വയസ്സുകൊണ്ട് എടുക്കട് എന്നുള്ള ചിന്ത ആ സ്വഹാബിമാർക്ക് വന്നിട്ടില്ല എന്നുള്ളതായിട്ട്. ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വയസ്സന്മാർ മാത്രമല്ല ബാലക്കാരന്മാർ എന്താക്കണത്തില്ല കൂട്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി, ഒരു പള്ളി കമ്മിറ്റി ആവട്ടെ അല്ലെങ്കിൽ റായത്തെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ആക്കണമെങ്കിൽ ബാലക്കാരന്മാരെ കൂട്ടിയിട്ട് എന്താക്കണോ ഒരു കമ്മിറ്റി ആക്കണോ എന്നും കൂടി ഒരു പാഠം ഈ ചരിത്രം നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പാട്ടിട്ടുണ്ട്. അങ്ങനെ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു എന്താക്കട് യുദ്ധത്തിന് വേനായിട്ട് പ്രിപ്പയർ ആക്കിയിട്ട് ഇങ്ങനെ പോകേണ്ട ടൈമുള്ളൂ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു ഒണ്ടയുടെ മേലെ തെച്ചിരിക്കട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒണ്ടയുടെ ബല്ലി പിടിച്ചിട്ട് ചെറുപ്പിടാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു ചൊന്തു, യാ ഖലീഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, ನಾನು 17 വയസ്സിലെ ചെറിയ ചെറുക്ക, നിങ്ങൾ 60 വയസ്സുള്ള മുതിർന്നതായ ഒരു സീനിയറായ ആള്, ನಾನು ಈ ಒಂಟಡೆ ಮೇಲೆ ತೆಚ್ಚಿಡೆ ನಿಂಗೆ ಕೀಲು ನಡೆದೊಂಡುಳ್ಳಾರು ಇದು ನಕ್ಕೆ ಸಮ ಕಂಡೊಂಡಿಲ್ಲ, ನಾನು ಕೀಲು ದೇಕಡೆ ನಿಂಗೆಂದಾಕೋರು ಒಂಟಲು ದೆಕ್ಕೋರು നോക്കറ ഒരു തവാദു നോക്കറോ വയസ്സന്മാരുള്ളതായ ഒരു ആദരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്തു, നീ എന്താക്കണ്ട ഇല്ലിരണ്ട നിങ്ങ ഒണ്ടല് തെക്കോറു, ഞാൻ എന്താക്കടെ ഊറ ഉർത്തോളോ നടന്നുകൊണ്ട് പണ്ട്.
അങ്ങനെ ഉസാമ റളിയല്ലാഹു തആല അൻഹു എന്താക്കട് ആയിരക്കണക്കിന് ആളുമാരുള്ള സ്വഹാബിമാരിക്കുമ്പോ ആ ചൂടുള്ള മറുഭൂമിയില് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വണ്ടിയുടെ ബല്ല് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഉസാമ റളിയല്ലാഹു അൻഹു കേക്കിട്, അല്ല ഉസാമ നക്ക് ചെറിയൊരു ഹെൽപ്പാക്കു നിങ്ങളെ കൊണ്ടു തീരുവാ. നോക്കൊരു കേക്കിടാറ് മഹാനായ അമീറുൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൂനെയിൽ വയസ്സുള്ള 60 വയസ്സിന്റെ ആള് പൂനെയിൽ വയസ്സുള്ള ബാലക്കാരല് കേക്കിട ഒരു റിക്വസ്റ്റ്, നക്ക് മദീനത്തുക്ക് ഒരു ഉമർ ഖത്താബിടെ നക്ക് നിങ്ങൾ തറുവാറ. എങ്ങനെ മദീനത്തിൽ നക്ക് ഇതിൽ നിൽക്കുകവേനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുകവേനായിട്ട് ഉമർ ഖത്താബിടെ നക്ക് നിങ്ങൾ തറുവാറ, നിങ്ങളെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തറുണ്ടു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കൊരു ആ ഒരു പ്രായം കൂടിയിട്ട് എന്താക്കിയിട്ടില്ലേ കേക്കാണ്ട നിങ്ങൾ തറു ചെന്നിട്ട് കേക്കാണ്ട ബളിച്ചിട്ട് ഉമർ ഖത്താബ് പിന്നെന്താക്കി നക്കുന്ന ബാലക്കാരുടെ ഉമർ ഖത്താബിടെ നക്കൊന്നു തറുവാറ. നീങ്ങ എന്തേ മദീനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിൽ നിങ്ങളെ പോണ്ടാറല്ല യുദ്ധത്തിക്ക്. പിന്നെ മദീനത്തിൽ ആറില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സന്ദർഭത്തിലും അവിടെ ഒരുപാട് ഇസ്ലാമുടെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആളുമാരെന്ന ഒരു ടൈമും കൂടിയായിട്ടിത് അണ്ട് അബൂബക്കർ സിദ്ദീഖ് അതിനെ ഫേസ് ആക്കത്തിൽ ഭംഗായിട്ടിത്. ആ കാരണത്തിൽ എന്നൊക്കെ എന്താ കുറു ഉമർ ഖത്താബിടെ തറു ചെന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കട് ഉസാമ റളിയല്ലാഹു അൻഹു കേക്കട്. അപ്പായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു തന്നെ അമീറുൽ മുഅ്മിനീന ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 6 പേരെ എടുത്തോളൂ, നിങ്ങൾ എത്ര ആൾ വേണ നിങ്ങൾ അത്ര എടുത്തോളൂ. നോക്കോറു ആ രൂപത്തിൽ തവാളുവായിട്ട് മഹാനായ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാർ അഹങ്കാരം ഇല്ലാണ്ട് കിബൂരില്ലാണ്ട് ആ രൂപത്തിൽ നടന്നത് ഞങ്ങൾക്കുള്ള മാതൃകാണ്ട് ഞങ്ങൾ കൂടി എന്താക്കണോ ഇതിൽ പഠിപ്പാട്ട്.